ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ 100-ലധികം ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളും തെക്കൻ ലെബനനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായാൽ വെടിയുതിർക്കുവാൻ ലോഞ്ചറുകൾ തയ്യാറാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ആക്രമണത്തിൽ ആളപായമുണ്ടായോ എന്ന കാര്യം വ്യക്തമല്ല. വടക്കൻ ഇസ്രായേലിലെ സൈനിക സൈറ്റുകളിൽ ലെബനൻ ആക്രമണം നടത്തിയതായും ലെബനന്റെ ദേശീയ വാർത്താ ഏജൻസി അറിയിച്ചു. ആഴ്ചയുടെ തുടക്കത്തിൽ മാരകമായ സ്ഫോടനങ്ങൾ എല്ലാ ചുവന്ന രേഖകളും മറികടന്നുവെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല പറഞ്ഞു. ഈ പ്രസ്താവന യുദ്ധപ്രഖ്യാപനത്തെ പ്രതിനിധീകരിക്കുന്നതായി ഇസ്രായേൽ കുറ്റപ്പെടുത്തി. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാജ്യത്തുടനീളം പേജറുകളും വോക്കി ടോക്കികളും ഒരേ സമയം പൊട്ടിത്തെറിച്ച ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. ആക്രമണത്തിൽ ലെബനീസ് അധികൃതർ ഉൾപ്പെടെ 37 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ യുദ്ധത്തിന്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണെന്നും വടക്ക് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ നിന്നുള്ള ഹമാസ് തോക്കുധാരികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതിന്റെ പിറ്റേന്ന് പാലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ വെടിയുതിർത്തത് അതിർത്തി കടന്നുള്ള പോരാട്ടം വർദ്ധിപ്പിക്കുവാൻ കാരണം ആവുകയായിരുന്നു. അതിനുശേഷം നൂറുകണക്കിന് ഹിസ്ബുള്ള ഭീകരവാദികളെ അതിർത്തി കടന്നുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ കീഴ്പ്പെടുത്തിയിരുന്നു. ഇസ്രായേൽ, UK തുടങ്ങിയ രാജ്യങ്ങൾ തീവ്രവാദ സംഘടനകളായി നിരോധിച്ചിരിക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള എന്നീ ഭീകര സംഘടനകൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നുമുണ്ട്. ഇസ്രായേൽ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും കഴിവുകളും ഇല്ലാതാക്കുന്നതിനായി IDF പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് IDF പറഞ്ഞിട്ടുണ്ട്. അതേസമയം വടക്കൻ ഇസ്രായേലിലെ താമസക്കാരോട് ഒത്തുചേരലുകൾ ഒഴിവാക്കുവാനും ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം തുടരുവാനും IDF അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ തെക്കൻ ലെബനനിൽ നിന്നും ഹിസ്ബുള്ള മിസൈലുകളും തുടർന്ന് ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും IDF അറിയിച്ചു. ഇസ്രായേൽ നടത്തിയ ആക്രമണം തന്റെ ഗ്രൂപ്പിന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചതെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല തന്റെ ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. എന്നാൽ ഇസ്രായേലുമായുള്ള നിലവിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിൽ ഹിസ്ബുള്ളയ്ക്ക് താൽപ്പര്യമില്ലെന്ന് അദ്ദേഹം വീണ്ടും സൂചിപ്പിച്ചിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുമെന്നും വടക്കൻ ഇസ്രായേലിലേക്ക് താമസക്കാരെ തിരിച്ചയക്കില്ലെന്നും ഹസൻ നസ്രല്ല വ്യക്തമാക്കിയിട്ടുണ്ട്.